നാഗാർജുന പീക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് പീക്ക്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നലെ ഗുഡ് സ്ലീപ്പായിരുന്നു. ഇവിടെ മൂണൊക്കെ വന്നിട്ടുണ്ട്. ഹാഫ് മൂൺ. മോർണിംഗ് 6:20 ആയിട്ടുണ്ട്. ഫുൾ ഫ്രോസൺ ആയിട്ട് കിടക്കുവാണ്. ഗുഡ് സ്ലീപ്പായിരുന്നു ഇന്നലെ. അടിപൊളി സ്ലീപ്പ്. സൺറൈസ്. ഉണ്ടോ? ഫുൾ ഫ്രോസൺ ആയിട്ട് കിടക്കും. അലക്കാനിട്ട് തുണിയിലൊക്കെ ഫ്രോസൺ ഐസ്. മോർണിംഗ് മൂൺ പവർ. ബാക്കിയുള്ളവരെ എണ്ണിച്ചോ നോക്കാം നമുക്ക്. ഗുഡ് മോർണിംഗ്. കത്തിച്ചാടാ തന്തൂറ്? കത്തിച്ചിട്ടില്ല. ഇന്നലെ നമ്മളിവിടെയാണ് കിടന്നുറങ്ങിയത്. ടെൻറ്റിലൊക്കെ ഇവരെങ്ങനെ കിടക്കുന്നു. ഞങ്ങൾ ടെൻറ്റ് ഉപേക്ഷിച്ചു. ടീ ഷോപ്പ് പിടിച്ചത് തന്നെ തണുപ്പ് കൂടിയിട്ടാണ്. ഫുൾ ഫ്രോസൺ. ഐസ്. സണ്ണ് വന്നപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട്. ഗ്ലൗ ഒന്നും ഇടാതെ നടക്കാം. ഫുൾ ഐസ്. അവനും കൂടെ വരട്ടെ. അക്ലമൈസേഷൻ ആണിന്ന്. അതുകൊണ്ട് ഞങ്ങൾ മോർണിംഗ് നാഗാർജുന ഹിൽ ഏകദേശം ആ ഒരു സൈഡായിട്ട് വരും. അപ്പ് ആൻഡ് ഡൗൺ 5 hours ആണ് പറയുന്നത്. അത് ട്രക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അമ്പാടി. മോർണിംഗ് സൺറൈസ് അടിപൊളിയായിരുന്നു. എന്തായാലും പോകുന്ന വഴിക്കുള്ള വീഡിയോസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. മോർണിംഗ് വ്യൂ ഡിംബോച്ചെ. ഇത് തന്നെ ടീംസ് ഡ്രോൺ പറത്തുകയാണ്. ഇവിടെ ഡ്രോൺ പറത്തണമെങ്കിൽ നമ്മൾ പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് 10,000 രൂപയോ 10,000 രൂപ നേപ്പാളി മണിയാണ്. അങ്ങനെയാണെങ്കിൽ ഡ്രോൺ പറത്താം. അതേ നമ്മുടെ പിള്ളേർ കയറി പോകുന്നു. ഇങ്ങനെ കയറി അങ്ങോട്ടേക്ക് പോകണം. ആ പീക്കാണ് ഇന്ന് നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിംബോച്ചെ ഇവിടെ സ്റ്റക്കാണ്. കാരണം ക്ലൈമറ്റും ബോഡിയായിട്ട് സെറ്റാകാൻ ഒരു ദിവസം ഇവിടെ നിൽക്കണം. എല്ലാവരും നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമ്പം ശ്വാസം മുട്ടൽ, AMS, തലവേദന അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റായിട്ട് സെറ്റാകണമെങ്കിൽ ഇവിടെ ഒരു ദിവസം കൂടെ നിൽക്കണം. അങ്ങനെയാണ് എല്ലാവരും ഒരു ദിവസം നിന്നിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഈ മല ട്രക്ക് ചെയ്യാം. നാഗാർജുന ഹിൽസ്. അപലോകത അവിടെ ഡാപ്പോ ഇറക്കുന്നു മോർണിംഗ് തന്നെ. ഞാൻ പയ്യെ വീഡിയോ ഒക്കെ എടുത്ത് പയ്യെ നടന്നേ പോകുന്നുള്ളൂ. ഇമാരി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോന്നും അറിയില്ല.
നമ്മൾ കറക്കുന്ന കണ്ടിട്ട് ഡ്രോൺ വന്നു ഗൈസ്. ഈ ഡ്രോൺ ഡാപ്പ് പറക്കുന്ന കണ്ടിട്ട് ഡ്രോൺ വന്നു. ഈ ഡ്രോൺ പറത്തുന്ന ആളെ കണ്ടിരുന്നെങ്കിൽ വീഡിയോ ക്ലിപ്സ് മേടിക്കായിരുന്നു. തരാൻ പറ, ചുമ്മാ പറ്റില്ല എന്ന് പറ. हेलो गाइस, चलो चलो नमस्ते. बाबा डापो सेक्शन फुल पावर. എവറസ്റ്റിന്റെ വ്യൂ അതല്ലേ? പിരമിഡ് കാണുന്നു. ഓ, പിരമിഡ് കാണുന്നു. അത് എവറസ്റ്റ് അല്ല. എവറസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് വരും. ഈ മല കയറുമ്പം കാണാൻ പറ്റും. അതാണ് നാഗാർജുന ഹിൽസ്. വഴിയുണ്ട്. മേളിലേക്ക് പോകുന്നതോറും വഴി കിട്ടുമെന്നാ പറഞ്ഞ. എങ്ങോട്ടാന്നറിയാതെ നിന്നപ്പം ചേട്ടനാണ് നമ്മളെ രക്ഷിച്ചത്. സൂര്യൻ വന്നിട്ടും വെയിലടിക്കാത്ത സ്ഥലത്തൊക്കെ ഇപ്പോഴും ഐസായിട്ട് തന്നെ കിടക്കുക. ഫ്രോസൺ. നമ്മൾ തന്നെ ഫസ്റ്റ്. 2 പേര് 3 പേര് കയറി വരുന്നുണ്ട്. എല്ലാവരും കയറി തുടങ്ങി. അപ്പുറത്തൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. നമുക്ക് പോകേണ്ടത് അതിൻ്റെ ടോപ്പിലേക്കാണ്. അതിനും പോയി നോക്കാം. People of the Earth Tribe, rise up. People of the Earth Tribe, rise up now. ഇവിടുന്ന് ഡയറക്റ്റ് ഈ ബിസിയാന്നാ ചേട്ടന്മാർ പറഞ്ഞത്. അവർ നടന്നു പോകും. നാഗാർജുന അങ്ങോട്ടേക്ക്. മൗണ്ടൻ്റെ ടോപ്പായിരിക്കും. സ്റ്റോൺ ബാലൻസ്. ഈ സ്റ്റോൺ ബാലൻസ് നോക്കി. ഡാപ്പോ ബാബ. മൂന്നരണ്ടോ?
ജിംബോച്ചെ ഫുൾ വ്യൂ. നാഗാർജുന ഇച്ചിരി കൂടെ കയറി എത്താനുണ്ട്. ഈ ആൾക്കാരൊക്കെ പോകുന്ന അങ്ങോട്ടേക്കായിരുന്നു. അതിൻ്റെ ടോപ്പാന്ന് തോന്നുന്നു. ബാബ സ്റ്റോൺ ബാലൻസ് വെക്കുക. ബാബയും ബാബയുടെ സ്റ്റോൺ ബാലൻസും ഡാപ്പോയും. അമ്പാടിയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മല എവറസ്റ്റാന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്ക് സൈഡിലാന്ന് തോന്നുന്നു. അല്ല, ഇതിൻ്റെയും ബാക്ക് സൈഡിലാണ്. അപ്പം നമുക്ക് അതിൻ്റെ മേളിൽ കയറേണ്ടി വരും. ആ ഫ്ലാഗ് കണ്ടോ? അതല്ല, അതിൻ്റെ ഇപ്പുറത്ത്. അമ്പാടിയും പരിപാടി തുടങ്ങി. സ്റ്റോൺ ബാലൻസ് വെക്കുന്നു. ഫുൾ തിരക്കായി വിഷയം. ഫുൾ ക്രൗഡ്. താഴത്തൊക്കെ ഫുൾ ക്രൗഡ്. ഇത്ര ആൾക്കാർ ഇങ്ങോട്ട് കയറി വരാനുള്ളതാണ്. യെസ്, നമ്മളങ്ങനെ ഫ്ലാഗിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ബോഡി സ്റ്റോൺ ബാലൻസ്. കളഞ്ഞ് നമ്മളിങ്ങനെ ആ മലയുടെ അപ്പുറത്തേക്ക് പോകണമെന്ന് തോന്നുന്നു. ഹാഫ് പോലും എത്തിയിട്ടില്ല. ഹാഫ് ഏകദേശം അവിടെ എത്തുമ്പോഴേ ഹാഫ് അകത്തുള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും പോയി നോക്കാം. എവറസ്റ്റ്. വരുന്നവർ സെയിം ടീമാണ്. പ്രകൃതിയാണ് എക്സ്പെഡീഷൻ അടിക്കുന്ന പ്രകൃതിയാണ്. പ്രകൃതി ലോക്സ. ആ മലയുടെ ഏറ്റവും ടോപ്പിൽ പോകണമെന്ന് തോന്നുന്നു. നമുക്കിനിയും ഇത്രയും വലിയ കയറ്റം എന്തായാലും എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴിക്ക് കാണാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു. വ്യൂ വെറുതെ 360 ഡിഗ്രി വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു ഏറ്റവും ടോപ്പിൽ നിന്ന്. എത്ര മീറ്റേഴ്സാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് നോക്കാൻ പറ്റത്തില്ല. എന്തായാലും അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. എവിടെയൊക്കെ ആൾക്കാർ എത്തി. അങ്ങനെ ഒരു പോയിന്റ് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഫോട്ടോഷൂട്ടാണ്, ഫോട്ടോ എടുക്കുകയാണ്. ഇനിയും കയറണം. ഇനി അങ്ങ് ടോപ്പ് എത്തണം. സ്ലോലി എത്താം. You like missing peak tops?
നൈസ്. എല്ലാവരും ഫോട്ടോ എടുക്കുവാണ്. ആ പീക്കിൻ്റെ കറക്റ്റ് വ്യൂവും കിട്ടും. ഞാനും എടുത്തു 2-3 ഫോട്ടോസ്. വാവ്, നൈസ്. ടോപ്പ് ഓഫ് ദി വേൾഡ്. ഫൈനലി നമ്മളങ്ങനെ കൊടിയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. യെസ്, ഫ്ലാഗ്. ഇത് ബാബ. പല്ലുവേദന എങ്ങനെയുണ്ട്? അഭിഷേകിന് പല്ലുവേദനയാണ് ഗൈസ്. പവർ വ്യൂ. തീർന്നിട്ടില്ല, അതിൻ്റെ ടോപ്പിലെത്തണം. എവിടെ? അപ്പോൾ അവിടുന്ന് എവറസ്റ്റിൻ്റെ വ്യൂ കാണും. എവിടെ? Culture. Ooh. Yeah. Ooh. ഇത് നമ്മളെ ലാസ്റ്റത്തെ ഒരു സ്ട്രെച്ചാണ്. പക്ഷെ അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. സീൻ. നമ്മളത് അവിടെ നിന്നാണ് വന്നത്. കുറച്ചും കൂടെ ഉള്ളു, ഒരു 15 മിനിറ്റ്സ് ടോപ്പ് എത്തും. റോക്ക് ഏകദേശം ടോപ്പെത്തി. ഫുള്ള് ഫോഗ് വന്ന് തുടങ്ങി. ക്ലൗഡ്സ് ആണ്. വാവ്. ക്ലൗഡ്സ് ഫുള്ള് ഫാസ്റ്റില്.
Imagining itself in there like rolling around. എവറസ്റ്റ് കയറാൻ പോകുന്ന ചേട്ടനാണ്. Climb from camp to I climbed for night 12 o'clock I started and next day night 9 o'clock I came back. Continuous. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. പൊളി പൊളി. അങ്ങനെ നാഗാർജുന പീക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് പീക്ക്. യെസ്, എല്ലാവരും ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ്. ടോപ്പ് എത്തിയിരിക്കുകയാണ്. നാഗാർജുന നമ്മളങ്ങനെ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. പീക്ക് അടിച്ചു കഴിഞ്ഞു, താഴത്തേക്ക് ഇറങ്ങാം. ബാബ ആൻഡ് ടീംസ് വെയിറ്റിംഗ്. ആ കാണുന്നത് എവറസ്റ്റ് ആണ്. ഇത് ആമാതാബളം. ഫുൾ വ്യൂ, 360 ഡിഗ്രി വ്യൂ. നാഗാർജുന പീക്ക്. നമ്മളങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. I know, that's what I'm saying. I've scavenged, but if we want to have scavenged, it's going to be re-scavenged by someone else. എല്ലാവരും ഇറങ്ങുകയാണ്. വിഷയം വ്യൂ. എവറസ്റ്റ്. ബാബ ചാടി ചാടി പോവാണ്. ഒന്നും കാണാൻ വയ്യ ഗൈസ്, ഫുൾ പവർ കോട. ഫുൾ ഫോഗ്. വെള്ളക്കൊന്നും കാണാനേ വയ്യ. Full foggy. Oh, full power fog. Woo! ഫോഗ്. നമ്മൾ മോർണിംഗ് കയറിയത് കൊണ്ട് നമുക്ക് ആ ഫുൾ വ്യൂ കിട്ടി. ലേറ്റായിട്ട് കയറുമായിരുന്നെങ്കിൽ എന്തായാലും ആ വ്യൂ കിട്ടില്ലായിരുന്നു. ഫുൾ ഫോഗ് വന്ന്. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ ഈ ഫോഗ് അടിപൊളിയായിട്ടുണ്ട്.
നമ്മളങ്ങനെ താഴത്തെത്താൻ പോകുന്നു. നല്ലൊരു ഹൈക്കായിരുന്നു, ഒന്നും പറയാനില്ല. ചെയ്തില്ലായിരുന്നെങ്കിൽ നല്ലൊരു നഷ്ടമായി പോയത്. നാഗാർജുന ട്രക്കിംഗ്, നാഗാർജുന പീക്ക് അടിപൊളി. ഇപ്പം എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരുന്നവർ എന്തായാലും നാഗാർജുന പീക്ക് ട്രക്ക് ചെയ്യാൻ നോക്കുക. പാക്കേജ് എടുക്കുമ്പോൾ എന്തായാലും അവർ കൊണ്ടുപോകും. അല്ലാതെ വരുന്നവരുണ്ടെങ്കിൽ അക്ലമൈസേഷന് നല്ലൊരു സംഭവമാണ്, വെറുത്താണ്. നല്ല സൺറൈസ് ടൈമിൽ പോവുകയാണെങ്കിൽ ഫുൾ വ്യൂവും ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ എന്തായാലും ഒന്നും കൂടെ ആ പീക്ക് കയറുന്നതാണ്. പിന്നെ ബാക്ക് ടു ദിംബോച്ചെ എത്തി. ഹോട്ടലിൽ പോയി എല്ലാം കഴിക്കണം. എന്നിട്ട് നമ്മൾ ഇന്നലെ വേറൊരു പ്ലേസ് കണ്ടുപിടിച്ചു, ഇച്ചിരി റേറ്റ് കുറച്ചിട്ട്. അപ്പോൾ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നലത്തെ വീട് വിട്ട് ഇറങ്ങുകയാണ്, സ്പേസ് വിട്ട് ഇറങ്ങുകയാണ്. നമ്മൾ നമ്മുടെ സാധനം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, മോഡേൺ മന്ത്ര. ലെറ്റ്സ് ഗോ. 14 സുന്ദര മൗണ്ടൻസ്. ലെറ്റ്സ് ഗോ. Bye. Thank you. No. Up. 3 bus. खाना अच्छा था, अपना भी अच्छा था. ലംബോച്ചി അല്ലേ ബ്രോ? നമുക്ക് 2 പാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലംബോച്ചി അല്ലേ? ലംബോച്ചെ അത് പിടിക്കാം. സ്നോ ലൈൻ ലോഡ് ചെയ്ത് നമ്മൾ പോവുകയാണ്. അമ്മതാവളം. നമ്മൾ നെക്സ്റ്റ് അടിക്കാൻ പോകുന്ന മല ഇതാണ്. ഹോട്ടൽ സ്നോ ലൈനിൽ നമ്മൾ വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിത് ഈ ഈ ചെറിയ ടീ ഷോപ്പിലാണ് ഇന്ന് സ്റ്റേ. കാരണം ഇവിടെ നല്ല റേറ്റ് കുറവാണ്, ഫുഡിനും എല്ലാത്തിനും നല്ല റേറ്റ് കുറവാണ്. ഫുഡ് കഴിച്ചാൽ മതി, സ്റ്റേ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്, ബെഡ് സ്പേസ് ഫ്രീ ആണ്. ദാൽബട്ടിന് എത്രയാടാ? 400 400 രൂപയുള്ളൂ ദാൽബട്ടിന്. മോമോസിന് 400. ഇന്നലെ സ്നോ ലൈനിൽ കഴിച്ചപ്പോൾ എത്രയാ? 950 അല്ലേ? 950 രൂപ ഒരു ദാൽബട്ടിന്. ഇവിടെ അതിൻ്റെ പകുതി പോലും ഇല്ല. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ബാബ അത് മറ്റേ മുതിരയുടെ വേറെന്തോ ഒരു സാധനം, അതിന് നല്ല ഈ ലോക്കൽസ് കഴിക്കുന്ന ഒരു സാധനമാണ് മുതിര വെച്ചിട്ട്. മറ്റേ നമുക്ക് ചവയ്ക്കാൻ പറ്റില്ല, വിഴുങ്ങണം. അതും പോർക്കും നല്ല കോമ്പിനേഷൻ, അടിപൊളിയായിരുന്നു. നേപ്പാളി തർക്കാരിയാണ് നമ്മൾ ഇന്ന് നൈറ്റ് കഴിക്കുന്ന ഫുഡ്. ദീദിയാണ് മെയിൻ കുക്കിംഗ്. നേപ്പാളി തർക്കാരി. यूट्यूब में आएगा वीडियो. हाय हाय. टीवी में आएगा, टीवी में. हाय हाय हाय. बढ़िया. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട്. डायलॉग पूरा ഡയലോഗ്. പാപ്പനെ അടിച്ച് പോയിരിക്കും. After tomorrow, workshop. Then EBC. Yeah.